ഹലോ എവരിബഡി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പോസ്റ്റർ ഡിസൈനാണ്. നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ പല കാര്യങ്ങൾക്കുമായിട്ട് നമുക്ക് പോസ്റ്ററും നോട്ടീസൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടല്ലോ. എൻ്റെ സിസ്റ്ററിന് അടുത്തായിട്ടൊരു സ്കൂളിൻ്റെ ആനുവൽ ഡേയുടെ പോസ്റ്റർ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ പുള്ളി അത് ChatGPT ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ അതുപോലൊരു സംഭവം നമുക്ക് എങ്ങനെ AI, അതായത് ChatGPT അതല്ലെങ്കിൽ ജെമിനി പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. എൻ്റെ പേര് താഹ. ഞാനൊരു ബിസിനസ് ഓട്ടോമേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ കൺസൾട്ടൻ്റ് ആണ്. എങ്ങനെ ഓട്ടോമേഷനും സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ കോസ്റ്റ് കുറക്കാൻ പറ്റും, എങ്ങനെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റും, ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കൂളിൻ്റെ ആനുവൽ ഡേയുടെ ഫംഗ്ഷൻ്റെ പോസ്റ്ററാണ്. അപ്പോൾ ആദ്യം ഞാനത് ChatGPT ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ChatGPTയിൽ പോയിട്ട് നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. ഡേക്ക് ഒരു പോസ്റ്റർ ചെയ്യണം. കോണ്ടന്റ് സ്ട്രക്ചർ ചെയ്യണം. സ്കൂൾ നെയിം, പിന്നെ ലോഗോ, പിന്നെ ഡേറ്റ്, പിന്നെ വെന്യൂ, ടൈം, ഇത്രയും മതി. ഗിവ് മീ കോണ്ടന്റ്. ആനുവൽ ഡേ സെലിബ്രേഷൻ. സ്കൂളിൻ്റെ പേര് വന്നിട്ടുണ്ട്, സ്കൂളിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ വാർഷികാഘോഷത്തിലേക്ക്. ഡേറ്റ്, വെന്യൂ, ടൈം, കലാപരിപാടികൾ, അവാർഡ് വിതരണം, വിദ്യാർത്ഥികളുടെ പ്രത്യേക അവതരണങ്ങൾ. എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടിപൊളി സംഭവം. ഏകദേശം ഇത്ര തന്നെയാണ്. ഇനി ഇതിനെന്താ, യൂസ് ഡമ്മി സ്കൂൾ നെയിം. നമുക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇവരോട് തന്നെ ഒരു ഡമ്മി സ്കൂൾ നെയിം ഉപയോഗിക്കാൻ പറയാം. ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ എന്നൊരു പേരും കൊടുത്ത് ഒരു ലോഗോ അവിടെ കൊടുക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ChatGPT കൊണ്ട് തന്നെ ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ പറയാം. അപ്പോൾ ChatGPTക്ക് നിങ്ങൾ ഒന്നോ രണ്ടോ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ChatGPT തന്നെ ഇതിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് ഇതേ പേരിൽ എന്തെങ്കിലും സ്കൂളിൻ്റെ ഫോട്ടോ ഉണ്ടോ നോക്കാം. ഇത് ഗ്രീൻ വാലി സ്കൂളാണെന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു സംഭവം എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഉപയോഗിക്കുകയാണ്. ഡൗൺലോഡ്സ് ഫുൾ ഞാൻ ഫോട്ടോ വെച്ചു. ഇനി ആനുവൽ ഡേ സ്കൂൾ കേരള, ഏതെങ്കിലും കുറച്ച് പഴയ ഫോട്ടോകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വേണ്ട, ഇത് മതി. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയില്ലേ. ഞാനിപ്പോൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഞാൻ പറയാൻ പോവാണ്, ക്രിയേറ്റ് ആൻ A3 സൈസ് പോസ്റ്റർ. അതായത് A3 സൈസ് പോസ്റ്ററിലിടാം. അപ്പോൾ ChatGPTക്ക് ഇത് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ChatGPTക്ക് ടെക്സ്റ്റ്, എസ്പെഷ്യലി മലയാളം ടെക്സ്റ്റ് എഴുതുമ്പോൾ അത്ര ഭംഗിയായിട്ട് വരാൻ സാധ്യതയില്ല. അത് കുളമാക്കാനാണ് സാധ്യത. അപ്പോൾ ഇത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ക്യാൻവയിൽ പോയിട്ട് ഒരു A3 സൈസ് പോസ്റ്റർ ഉണ്ടാക്കാൻ പോവാണ്. ക്യാൻവ നിങ്ങളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ നല്ലൊരു ഡിസൈനിങ് ടൂളാണ്. ഞാൻ ഗൂഗിളിൽ പോയിട്ട് A3 പോസ്റ്റർ സൈസ് എത്രയാണെന്ന് നോക്കട്ടെ. A3 എന്ന് പറയുമ്പോൾ 297 × 420. അപ്പോൾ വിടുത്തായിട്ട് 420, അല്ല, വിടുത്തായിട്ട് 297, ഹൈറ്റായിട്ട് 420 മില്ലിമീറ്റർ ആണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മൾ ചാനൽ റെഡിയാക്കി. ഇപ്പോൾ ChatGPT എന്താ തരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ChatGPT നമുക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നോക്കാം. ആനുവൽ ഡേ സെലിബ്രേഷൻ, ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ. ഇതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞില്ല, മലയാളം ഇതിന് എഴുതാൻ അറിയത്തില്ല. അപ്പം മലയാളത്തിൽ എഴുതാൻ കൊടുത്താൽ എന്തായാലും കുളമാക്കും. പക്ഷെ ഡേറ്റും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാളം മാത്രമാണ് ഒരു ഭംഗിയില്ലാത്തത്. മാത്രമല്ല ഈ പോസ്റ്റർ ആകെ മൊത്തം കാണുമ്പോൾ ഒരു പിൻട്രസ്റ്റ് വൈബ് ഉണ്ട്. നമുക്ക് ഇങ്ങനെയല്ല, കുറച്ചും കൂടി പ്രൊഫഷണലായൊരു പോസ്റ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ChatGPTയോട് റിമൂവ് മലയാളം ടെക്സ്റ്റ്, കാരണം മലയാളം ടെക്സ്റ്റ് നമുക്ക് മാനുവലി ക്യാൻവയിൽ പോയിട്ട് ആഡ് ചെയ്യാം. leave the place empty for me to add
ചേഞ്ച് ദ സ്റ്റൈൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ മലയാളത്തിൽ തന്നെ പറയാം, ഈ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യൂ. കുറച്ച് പ്രൊഫഷണൽ ആയ വൈബ് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മിക്കവാറും ചാറ്റ് ജിപിടി നമുക്കത് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഈ ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ ക്യാൻവയിൽ പോയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാണ്. ക്യാൻവയിൽ ഇത് ശരിക്കുള്ള സൈസിൽ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാനെങ്ങനെ സാധാരണ ചെയ്യാന്ന് വെച്ചാൽ, ഇത് ചാറ്റ് ജിപിടിക്ക് പ്രോപ്പറായിട്ടുള്ള A3 തരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളതിനോട് ബോർഡർ ഒന്നും വാങ്ങിക്കരുത്. ബോർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പണിയായിരിക്കും. A3യുടെ ഫോർമാറ്റിലല്ല അത് വരുന്നത്. ഓക്കെ, ഇതേ പുതിയ പോസ്റ്ററും ചാറ്റ് ജിപിടി ഏതാണ്ട് മുമ്പത്തെ വൈബിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതുപോലത്തെ അല്ലല്ലോ വേണ്ടത്. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇതിൻ്റെ ടെക്സ്റ്റ് മൊത്തം മാറ്റി ഇവിടെ ഈ ബലൂണൊക്കെ മാറ്റി കുറച്ചും കൂടി പ്രൊഫഷണൽ ആണ്. ഓക്കെ, ഇത് പിന്നെയെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. നമ്മളെന്താ ചെയ്യണം, ഞാനിത് എടുത്ത് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഞാൻ നേരെ ക്യാൻവയിലോട്ട് കൊണ്ടുപോയി ആഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമുക്ക് ക്യാൻവയിൽ ഉപയോഗിച്ചിട്ട് ബാക്കി ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി. അതല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് വീണ്ടും വീണ്ടും പറയാൻ നിന്നാൽ പണി എന്തായാലും നടക്കത്തില്ല. അപ്പോൾ ഇത്രയേ വ്യത്യാസമുള്ളൂ. ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞത്, ഇച്ചിരി സ്ട്രെച്ച് ചെയ്യാണ്. സ്ട്രെച്ച് ചെയ്യുന്നത് ഒരു നല്ല പരിപാടി അല്ലെങ്കിലും ഈ സിറ്റുവേഷനിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത്തിരി സ്ട്രെച്ച് ചെയ്തിട്ട് ആ ബോർഡർ മൊത്തം ഞാൻ കളഞ്ഞു. ആ ബോർഡർ മൊത്തം ഞാൻ കളഞ്ഞു. ആനുവൽ ഡേ എന്ന് പറഞ്ഞിട്ട് ആനുവൽ. ഓക്കെ, ഇത്രയും സ്കൂളിൻ്റെ ഫോട്ടോ ഓൾറെഡി അത് വെച്ച് തന്നിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റാണ്. ഇനി ചാറ്റ് ജിപിടി നമുക്ക് നേരത്തെ തന്ന ടെക്സ്റ്റ് ഇല്ലേ, ഇത് ഡേറ്റ്, വെന്യൂ, ടൈം, കലാപരിപാടികൾ, ഇത് ഇതേപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് ക്യാൻവയിൽ കൊണ്ടുപോയിട്ടിടാം. അതെ, ഞാൻ ഓൾറെഡി മലയാളം ഫോണ്ട് എൻ്റെ ക്യാൻവയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളം ഫോണ്ട് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബാലുചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു നല്ല ഫോണ്ട് ഉണ്ട്, ഞാനത് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചിട്ട് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ വാർഷികാഘോഷത്തിൽ. കുറച്ചും കൂടി ചെറുതാക്കി വെച്ചിട്ട് അഞ്ചര വളരെ ചെറുതായിരിക്കും. ഞാനൊരു 10 വെക്കണം എന്ന് തോന്നുന്നു. 10 വെച്ച് കഴിഞ്ഞാൽ വാർഷികാഘോഷത്തിലേക്ക് അടിപൊളി. പിന്നെ ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി മാറ്റിയിട്ട് ഇവിടെ കാണുന്ന മറ്റേതെങ്കിലും കളറിലോട്ട് പോകാം. സ്റ്റിക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കാണുന്ന ഡാർക്ക് കളറിലോട്ട് ഇങ്ങനെ 3 ലൈൻ ആവുന്നതിന് പകരം ഇല്ല, അത് തരത്തില്ല. അപ്പോൾ സോറി, സെലക്ട് ചെയ്തിട്ട് ഇച്ചിരി വലിച്ചിട്ട് ഇത് 3 ലൈനാ 2 ലൈനാ 3 ലൈനാക്കാൻ പറ്റും. 3 ലൈനാ. ഓക്കെ, ഇനി നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന മറ്റു പരിപാടി, ഈ വെന്യൂ, ഡേറ്റ്, ഇത് കൊണ്ടുപോയിട്ട് ചേർക്കുക. ഡേറ്റ്, വെന്യൂ, ഡേറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, 28 ഫെബ്രുവരി 2026. വെന്യൂ സ്കൂൾ മെയിൻ ഹാൾ. ടൈം ജൂൺ. ഇതിന് ബാലിച്ചേട്ടൻ നല്ല ഫോണ്ട് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ മാറ്റിയിട്ട് കുറച്ചും കൂടി ഇംഗ്ലീഷ് ഫോമായിട്ടുള്ള വരുന്ന ഏതെങ്കിലും ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിട്ടത് കിട്ടും. പോപ്പിങ്സ് കൊടുക്കുക. പോപ്പിങ്സ് കൊടുത്തിട്ട് ഇച്ചിരി ബോൾഡ് ചെയ്ത് അവിടെ ഇടാം. ഫോണ്ടിൻ്റെ കളർ നേരത്തെ പറഞ്ഞ് ഇതേ സംഭവം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ഇച്ചിരിയും കൂടി ഭംഗിയാക്കാവുന്നതാണ്, പക്ഷേ ഇതൊരു പെട്ടെന്നുള്ള ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഇതിങ്ങനെ വയ്ക്കാം. ഇനി അവസാനം എന്താ, കലാപരിപാടികൾ, അവാർഡ് വിതരണം, വിദ്യാർത്ഥികളുടെ പ്രത്യേക അവതരണം സംഭവിക്കാം.
തരാവുകൾ ഇതേ ലൈനിൽ തന്നെ അവാർഡ് വിതരണം, വിദ്യാർത്ഥികളുടെ പ്രത്യേക അവതരണങ്ങൾ. ഇത് ഓക്കെ, സംഭവം ഏകദേശം റെഡിയായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ChatGPT ഉപയോഗിച്ചിട്ട് സാധാരണ ഡിസൈൻ ചെയ്യാറ്. അതായത് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ChatGPTയോട് ജനറേറ്റ് ചെയ്യുക. ChatGPTനെ കൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അതിന് മലയാളം എഴുതാൻ അറിയത്തില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ എഴുതുന്നത് എന്തായാലും തെറ്റായിരിക്കും. അങ്ങനെ ടെക്സ്റ്റ് എഴുതി തന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ റിമൂവ് ദ മലയാളം ടെക്സ്റ്റ്, ലീവ് ദ പ്ലേസ്. അപ്പോൾ ആ ടെക്സ്റ്റ് മാത്രം ഒഴിവാക്കിയിട്ട് ആ സ്ഥലം നമുക്ക് വേക്കൻ്റ് ആക്കി തരും. അത് നമ്മൾ ക്യാൻവയിൽ കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോണിൻ്റെ അടുത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ ChatGPTയിൽ തന്നെ ഇത് മാറ്റാനുള്ളൊരു അവസരമുണ്ട്. നിങ്ങൾ ChatGPTയിൽ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഏരിയ എന്ന് പറയാം. എന്നിട്ട് ഈ ഏരിയ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം റിമൂവ് ദിസ് ടെക്സ്റ്റ്. ഞാനിത് പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിമൂവ് ദി ടെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് റിമൂവ് ചെയ്യും. ഞാൻ പലതവണ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഇതിന് നല്ലൊരു ഔട്ട്പുട്ട് വരുന്നില്ല. എങ്ങനെ നോക്കിയാലും ഫോണിൻ്റെ കാര്യത്തിൽ, മലയാളം ഫോണിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഔട്ട്പുട്ട് വരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച വഴിയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ക്യാൻവയിൽ കയറി ചെയ്യുക. അപ്പോൾ ഇതാണ് ക്വിക്ക്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാഫിക്, അതായത് എന്തിനു വേണമെങ്കിലും സ്കൂളിൻ്റെ ആനുവൽ ഡേക്കോ ഇൻഷുറൻസ് കമ്പനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വളരെ നൈസായിട്ട് നന്നായിട്ട് നമുക്ക് AI ഉപയോഗിച്ചിട്ട് പോസ്റ്ററുകൾ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും ടൈപ്പുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇത് നിങ്ങൾക്ക് ഹെൽപ്പായി എന്ന് തോന്നിയാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടി ഈ വീഡിയോ എത്തിച്ചേരും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.